സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ലോജിക്കിൽ തന്നെ ഏറ്റവും 5 സ്റ്റാർ ടോപ്പിക്കായ ടൈപ്സ് ഓഫ് പ്രമാണാസ് ആണ്. നമ്മളിത് 2 പാർട്ടായിട്ടാണ് നോക്കാം. എന്താണ് പ്രമാണാസ് എന്ന് പറഞ്ഞാൽ? പ്രമാണാസ് refers to the valid means of obtaining knowledge in Indian logic and epistemology. എന്താണ് പ്രമാണാസ്? വാലിഡ് മീൻസ് ഓഫ് ഒബ്റ്റെയിനിങ് വാലിഡ് നോളജ് എന്നുള്ളതാണ് പ്രമാണ എന്ന് പറയുന്നത്. പ്രമാണ ഈസ് എ കീ കോൺസെപ്റ്റ് ഇൻ ഇന്ത്യൻ ലോജിക് ദാറ്റ് മീൻസ് സോഴ്സ് ഓഫ് വാലിഡ് നോളജ്. കണ്ടോ, എന്താണ് പ്രമാണ? സോഴ്സ് ഓഫ് വാലിഡ് നോളജിനെയാണ് നമ്മൾ ഇന്ത്യൻ ലോജിക്കിൽ പ്രമാണ എന്ന് വിളിക്കുന്നത്. ദെൻ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി റെക്കഗ്നൈസ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രമാണാസ്. അപ്പം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം ഡിഫറെൻറ്റ് സ്കൂൾസ് ഉണ്ട്. അതായത് ഓർത്തഡോക്സ് സ്കൂളുണ്ട്, ഹെറ്റഡോക്സ് സ്കൂളുണ്ട്. സോ എല്ലാ സ്കൂൾസും എല്ലാ പ്രമാണാസിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താണ്? ഡിഫറെൻറ്റ് സ്കൂൾസ് എന്താണ്? ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രമാണാസിനെയാണ് എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. ദെൻ Pramana plays an important role in determining whether the knowledge is valid and reliable. Knowledge valid ആണോ റിലയബിൾ ആണോ എന്ന് എന്താണ് പറയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രമാണാസ് ആണ്. സോ എന്താണ് പ്രമാണാസ്? സോഴ്സ് ഓഫ് ഒബ്റ്റൈനിങ് വാലിഡ് നോളജ്. സോഴ്സ് ഓഫ് വാലിഡ് നോളജ് അല്ലെങ്കിൽ മീൻസ് ഓഫ് വാലിഡ് നോളജ്, മീൻസ് ഓഫ് ഒബ്റ്റൈനിങ് വാലിഡ് നോളജ് എന്നുള്ളതാണ് പ്രമാണ എന്ന് പറയുന്നത്. Then നോക്കിക്കേ, in any act of knowledge 4 essential factors come into play. എന്താണ്? നമ്മൾ ഏതൊരു നോളജ് എടുത്താലും അതിനകത്ത് 4 കാര്യങ്ങൾ, 4 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ദ നോയർ, ദ പേഴ്സൺ ഹു അക്വയർ ദ നോളജ്. പ്രമദ, നോട്ട് ചെയ്യുക. എന്താണ്? ദ നോയർ അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു അക്വയേഴ്സ് ദ നോളജ്. ആരാണോ നോളജ് അക്വയർ ചെയ്യുന്ന ആള്, അയാളെ നമ്മൾ എന്ത് പറയും? പ്രമദ. ദെൻ നോക്കിയേ, ദ ഒബ്ജക്റ്റ് ഓഫ് നോളജ്, ദാറ്റ് ഈസ് പ്രമേയ. എന്താണ്? പ്രമദ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു അക്വയേഴ്സ് ദ നോളജ്. ദെൻ എന്താണ്? ഒബ്ജക്റ്റ് ഓഫ് നോളജ് എന്താണ്? ദാറ്റ് ഈസ് പ്രമേയ എന്ന് പറയും. ദെൻ ദ മീൻസ് ഓഫ് വാലിഡ് നോളജ് നമ്മളിപ്പോൾ കണ്ടു അല്ലേ? ദാറ്റ് ഈസ് പ്രമാണ. എന്താണ്? മീൻസ് ഓഫ് വാലിഡ് നോളജ് എന്ന് പറയുന്നത് പ്രമാണ. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത് റിസൾട്ട് ഓഫ് വാലിഡ് നോളജ് ഈസ് പ്രാമ. എന്താണ്? പ്രാമ. ദെൻ നോക്കിയേ, ഏതൊരു നോളജ് ആണെങ്കിലും അതിൽ 4 ഫാക്ടേഴ്സ് കാണും. എന്താണ്? ദ നോയർ എന്ത് പറയും? പ്രമദ എന്ന് പറയും. ദെൻ ദ ഒബ്ജക്റ്റ് ഓഫ് നോളജ്, ദാറ്റ് ഈസ് നോട്ട് ചെയ്യണം, പ്രമേയ. ദെൻ മീൻസ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് വാലിഡ് നോളജ്, അതാണ് പ്രമാണ. ദെൻ നോക്കിയേ, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഓഫ് വാലിഡ് നോളജ്, നമ്മളതിനെ എന്ത് പറയും? പ്രാമ എന്ന് പറയും. ദാറ്റ് ഈസ് പ്രാമ. ദെൻ നോക്കിയേ, നോളജ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 ടൈപ്സ്. നോളജ് എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. ദാറ്റ് ഈസ് പ്രാമ ആൻഡ് അപ്രാമ. നോട്ട് ചെയ്യുക, എന്തൊക്കെയാണ്? പ്രാമ ആൻഡ് അപ്രാമ. എന്താണ് പ്രാമ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് വാലിഡ് നോളജ്. വാലിഡ് ആയിട്ടുള്ള നോളജിനെയാണ് നമ്മൾ പ്രാമ എന്ന് പറയുന്നത്. ദെൻ ഇൻവാലിഡ് നോളജ് ആണെങ്കിലോ നമ്മളതിനെ അപ്രാമ എന്നാണ് വിളിക്കുന്നത്. സോ വാലിഡ് നോളജിന് നമ്മൾ പ്രാമ എന്ന് പറയും. ഇൻവാലിഡ് നോളജ് ആണെങ്കിൽ നമ്മളതിനെ അപ്രാമ എന്നും പറയും. നോക്കിയേ, പ്രാമ, വാലിഡ് നോളജ്. ദർ ആർ 4 ടൈപ്സ് ഓഫ് വാലിഡ് നോളജ് ഇൻക്ലൂഡിങ് പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ ആൻഡ് ശബ്ദ, ദാറ്റ് ഈസ് വെർബൽ ടെസ്റ്റിമണി. ഇപ്പം എന്താണ്? പ്രമാണാസ് നമുക്ക് 6 ടൈപ്സ് ആണുള്ളത്. എങ്കിലും എന്താണ്? വാലിഡ് ആയിട്ടുള്ളത് 4 മാത്രമാണ്. ഏതൊക്കെയാണെന്ന് നോക്കിയേ, 4 ടൈപ്പാണ് വാലിഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ ആൻഡ് ശബ്ദ. ദെൻ അപ്രാമ എന്താണ്? നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് ഇൻവാലിഡ് നോളജ്. ഇൻവാലിഡ് നോളജിനെയാണ് നമ്മൾ അപ്രാമ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് എന്താണ് പറയുന്നത്? ഇൻക്ലൂഡ്സ് മെമ്മറി, നമ്മുടെ സ്മൃതി അല്ലെ, ഡൗട്ട്, സംശയ, ഇറർ ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ്, തർക്ക അല്ലേ, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. വാലിഡ് അല്ല, ഇൻവാലിഡ് നോളജ് ആണ് ദാറ്റ് ഈസ് അപ്രാമ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രാമായും ഉണ്ട്. പ്രാമ ദാറ്റ് ഈസ് വാലിഡ് നോളജ്. അപ്രാമ ആണെങ്കിൽ അതെന്താണ്? ഇൻവാലിഡ് നോളജ് ആണ്. ദെൻ നോക്കിയേ, ടൈപ്സ് ഓഫ് പ്രമാണാസ്. നമുക്ക് 6 ടൈപ്സ് ആണ് പ്രമാണാസ് വരുന്നത്. എന്താണ് പ്രമാണ? സോഴ്സ് ഓഫ് ഒബ്റ്റെയിനിങ് വാലിഡ് നോളജ് അല്ലെ, സോഴ്സ് ഓഫ് ഒബ്റ്റെയിനിങ് നോളജ് എന്ന് പറയുന്നതാണ് പ്രമാണ. ദെൻ നോക്കിയേ, 6 വരുന്നത്.
ഒന്നാമത്തേതാണ് പ്രത്യക്ഷ. എന്താണ് പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് പെർസെപ്ഷൻ എന്ന് നമ്മൾ പറയും. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 5 സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന നോളജിനെയാണ് പ്രത്യക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന നോളജിനെയാണ് പ്രത്യക്ഷ അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വേണാണ് അനുമാന. എന്താണ്? നമ്മൾ അനുമാനിക്കുക അല്ലെങ്കിൽ ഇൻഫർ ചെയ്യുക എന്നൊക്കെ പറയല്ലേ? എന്താണ് അനുമാന? ഇൻഫറൻസ്. കോസ് ആൻഡ് എഫക്റ്റ് ഫ്രം ദ പ്രീവിയസ് നോളജ്. നമ്മുടെ പ്രീവിയസ് നോളജിൽ നിന്നും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് വെച്ച് നമ്മൾ ഇങ്ങനെയാണെന്ന് അനുമാനിക്കുന്നു, ഇൻഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് അനുമാന. ദെൻ ഉപമാന. ദാറ്റ് ഈസ് കമ്പാരിസൺ ഓർ അനലോജി. എന്താണ്? കമ്പാരിസണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉപമാന എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ശബ്ദ. എന്താണ് ശബ്ദ? വെർബൽ ടെസ്റ്റിമണി ഓർ അതോറിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് ആപ്തവാക്യ എന്നൊക്കെ പറയല്ലേ? ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ വേർഡ്സ് അല്ലെ വെർബൽ ടെസ്റ്റിമണി അല്ലെ, ശബ്ദ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ അർത്ഥപതി. എന്താണ് അർത്ഥപതി? പോസ്റ്റുലേഷൻ, പ്രിസംഷൻ ഓർ അസംഷൻ. നമ്മൾ ഊഹിക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഊഹിക്കുക. പ്രിസംഷൻ അല്ലെങ്കിൽ അസംഷൻ എന്നൊക്കെ പറയുന്നതാണ് അർത്ഥപതി എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് അനുപലപ്തി, നോൺ പെർസെപ്ഷൻ അല്ലെങ്കിൽ എന്താണ് ആബ്സെൻസ് കൊണ്ട്, ഒരു സാധനത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ആബ്സെൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നോളജാണ് അനുപലപ്തി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ പെർസെപ്ഷൻ എന്ന് പറയും. ഇതാണ് നമ്മുടെ 6 ടൈപ്സ് ഓഫ് പ്രമാണാസ്. ദെൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് പ്രത്യക്ഷ പ്രമാണ. നമ്മുടെ പ്രത്യക്ഷ പ്രമാണ എന്തായിരുന്നു? 5 സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് കിട്ടുന്ന നോളജിനെയാണ് നമ്മൾ പ്രത്യക്ഷ പ്രമാണ എന്ന് പറയുന്നത്. നോക്കിയേ, സോ പ്രത്യക്ഷാണ് നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി. എന്താണ്? ദാറ്റ് ഈസ് ലൗകിക ആൻഡ് അലൗകിക എന്ന് തിരിക്കാം. പ്രത്യക്ഷാണ് നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഓർഡിനറി എന്നും എക്സ്ട്രാ ഓർഡിനറി എന്നും. ഓർഡിനറിന് വീണ്ടും നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള മാനസ് എന്ന് പറയും. ദെൻ എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ ബാഹ്യ എന്ന് നമ്മൾ വിളിക്കും, ബാഹ്യമായിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ദെൻ എക്സ്ട്രാ ഓർഡിനറിനെ നമ്മൾ വീണ്ടും 3 ആയിട്ട് തിരിക്കുന്നു. സാമാന്യ ലക്ഷണ, ജ്ഞാനലക്ഷണ ആൻഡ് യോഗജ അല്ലെങ്കിൽ യോഗജയുടെ മറ്റൊരു പേരാണ് പ്രതിഭ. എന്താണ്? എക്സ്ട്രാ ഓർഡിനറിനെ വീണ്ടും 3 ആയിട്ട് തിരിക്കാം. സാമാന്യ ലക്ഷണ പ്രത്യക്ഷ, ജ്ഞാനലക്ഷണ പ്രത്യക്ഷ ആൻഡ് യോഗജ, യോഗജ ഓർ പ്രതിഭ. ദെൻ നോക്കാം എന്താണ് പ്രത്യക്ഷ പ്രമാണ എന്ന് പറഞ്ഞാൽ? Perception is the direct and immediate cognition produced by the interaction between the object and sense organs. എന്താണ്? ഇത് കേട്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. എന്താണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു ഒബ്ജക്റ്റ് കാണുകയും നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ച് അതുവഴി നമുക്ക് കിട്ടുന്ന നോളജിനെയാണ് നമ്മൾ പ്രത്യക്ഷ പ്രമാണ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 5 സെൻസ് ഓർഗൻസും വെച്ച് നമുക്ക് കിട്ടുന്ന നോളജ് ഒരു ഒബ്ജക്റ്റ് കാണുമ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രത്യക്ഷ പ്രമാണ എന്ന് പറയുന്നത്. നോക്കിയേ, പ്രത്യക്ഷ പ്രമാണ ഓൾ ഒബ്ജക്റ്റ് അറൗണ്ട് us fall into 5 categories. നമുക്കറിയാം അല്ലേ? സൗണ്ട് നമ്മൾ കേൾക്കുന്നു, ടച്ച്, അതുപോലെ ഫോം അല്ലെങ്കിൽ എന്താണ് ടേസ്റ്റ് ചെയ്യുന്നു നമ്മൾ, അല്ലെങ്കിൽ എന്താണ് സ്മെല്ല് ചെയ്യുന്നു നമ്മൾ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാ ഒബ്ജക്റ്റും ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ നോക്കിയേ, ഫോർ പെർസെപ്ച്വൽ കൊഗ്നിഷൻ 4 elements are necessary. അല്ലേ? നമ്മളൊരു ഒബ്ജക്റ്റ് കണ്ട് എന്താണ് അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രമാണ വഴി നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ 4 എലമെൻറ്റ്സ് നെസസറി ആണ്. ഏതൊക്കെയാണ് വരുന്നത്? 4 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ദേ ആർ സെൽഫ്, മൈൻഡ്, സെൻസ് ഓർഗൻസ് ആൻഡ് ഒബ്ജക്റ്റ്. നമ്മുടെ സെൽഫ്, പിന്നെ മൈൻഡ്, സെൻസ് ഓർഗൻസ്, അതുപോലെ എന്താണ് ആ ഒരു ഒബ്ജക്റ്റ്. ഈ ഒരു 4 കാര്യങ്ങളും പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രത്യക്ഷ പ്രമാണ വരുന്നത്. കണ്ടോ? പ്രത്യക്ഷ പ്രമാണ ഈസ് പോസിബിൾ ഓൺലി വെൻ ദ സെൻസ് ഓർഗൻ, ദ മൈൻഡ് ആൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ആർ ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. അല്ലെ? എപ്പോഴാണ് പ്രത്യക്ഷ പ്രമാണ പോസിബിൾ ആവുന്നത്? നമ്മുടെ സെൽഫും മൈൻഡും സെൻസ് ഓർഗൻസും ആ ഒബ്ജക്റ്റും എല്ലാം ഒരു പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നോളജ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ദെൻ നോക്കിയേ, ദീസ് ആർ അണ്ടർസ്റ്റുഡ് ത്രൂ 5 ഓർഗൻസ് ഓഫ് നോളജ്. അല്ലേ? 5 സെൻസ് ഓർഗൻസ് വഴിയാണ് നമുക്ക് ഈ ഒരു നോളജ് കിട്ടുന്നത്. അല്ലേ? ഇയർ, സ്കിൻ,
ഐസ്, ടങ്, നോസ്. നമുക്കറിയാം അല്ലേ, ഈ 5 സെൻസ് ഓർഗൻസ് വഴിയാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത്. ദെൻ നോക്കിയേ, ടൈപ്സ് ഓഫ് പെർസെപ്ഷൻ ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ കണ്ടു ഓർഡിനറി പെർസെപ്ഷൻ ഉണ്ടല്ലേ. എന്താണ് ഓർഡിനറി പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഓർഡിനറി പെർസെപ്ഷൻ അഥവാ ലൗകിക പ്രമാണ എന്ന് നമ്മൾ പറയും. എന്താണ് ഓർഡിനറി പെർസെപ്ഷൻ? ഈസ് ദ പെർസെപ്ഷൻ വിത്ത് ദ സെൻസ് ഒബ്ജക്റ്റ് കോണ്ടാക്ട്. സെൻസ് ഓർഗനും ഒബ്ജക്റ്റും തമ്മിലുള്ള കോണ്ടാക്റ്റ് വഴി നമുക്ക് കിട്ടുന്നതാണ് ഓർഡിനറി പെർസെപ്ഷൻ. ആൻഡ് ഓർഡിനറി പെർസെപ്ഷൻ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2. നമ്മൾ കണ്ടല്ലേ, ഇൻറ്റേർണലും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എക്സ്റ്റേണലും ഉണ്ട്. നോക്കാം, എക്സ്റ്റേണൽ അഥവാ ബാഹ്യമായത് എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ ആണെങ്കിലോ ദാറ്റ് ഈസ് മാനസ്. സോ എന്താണ് ഓർഡിനറി പെർസെപ്ഷനെ രണ്ടായിട്ട് തിരിക്കുന്നു, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ. എന്താണ് എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ? External perception has 5 distinction because it is connected with 5 sense organs. നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വഴി കിട്ടുന്നതാണ് എക്സ്റ്റേണൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയേ, ഓഡിറ്ററി അല്ലേ, ദെൻ നോക്കിയേ വിഷ്വൽ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, ടാച്വൽ അല്ലേ നമുക്ക് ടച്ച് ചെയ്യുന്നത്, അതുപോലെ എന്താണ് ഗസ്റ്റേറ്ററി, അതുപോലെ തന്നെ എന്താണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതുപോലെ എന്താണ് ടേസ്റ്റ് ചെയ്യുന്നത്, സ്മെല്ല് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? നമ്മുടെ എക്സ്റ്റേണൽ പെർസെപ്ഷനകത്ത് വരുന്നത്. ദെൻ നോക്കിയേ, in case of internal perception the contact occur between mind and the object. ഇൻറ്റേർണൽ പെർസെപ്ഷൻ ആണെങ്കിൽ എന്താണ് നമ്മുടെ മൈൻഡും ഒബ്ജക്റ്റും തമ്മിലുള്ള കോണ്ടാക്റ്റ് അല്ലെ, അവർ തമ്മിലുള്ള ഒരു എന്താണ് റിലേഷൻ വഴി വരുന്നതാണ് ഇൻറ്റേർണൽ പെർസെപ്ഷൻ. എക്സ്റ്റേണൽ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ബാഹ്യമായിട്ടുള്ളതാണ്, എന്താണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും സ്മെല്ല് ചെയ്യുന്നതും ഒക്കെയാണ്. പക്ഷേ എന്താണ് ഇൻറ്റേർണൽ ആണെങ്കിൽ എന്താണ് ആസ് എ റിസൾട്ട് നോളജ് പ്രൊഡ്യൂസ് അല്ലേ. ഏതൊക്കെയാണ് ഇൻറ്റേർണൽ പെർസെപ്ഷൻ? ആർ ഫീലിങ്സ്, ഡിസയർസ്, വിഷ് അല്ലേ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഫീലിംഗ്, അതുപോലെ നമ്മുടെ വിഷ്, ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഇൻറ്റേർണൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ മീൻസ് എന്താ? ടേസ്റ്റ് ചെയ്യുന്നതും സ്മെല്ല് ചെയ്യുന്നതും ഒക്കെയാണ്. ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഫീലിങ്സ്, ഡിസയർ, വിഷ്, ഇതൊക്കെയാണ് ഇൻറ്റേർണൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ, എക്സ്ട്രാ ഓർഡിനറി അല്ലേ, നമ്മളിപ്പോൾ ഓർഡിനറി കണ്ടു, ഓർഡിനറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ദെൻ എന്താണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് നോക്കാം. എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ദാറ്റ് ഈസ് അലൗകിക എന്ന് പറയും. ഈസ് എ പെർസെപ്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് നോളജ് എവൻ വിത്തൗട്ട് ദ സെൻസ് ഒബ്ജക്റ്റ് കോണ്ടാക്ട്. സെൻസ് ഒബ്ജക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ എന്താണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ എന്താണ് കിട്ടുന്ന നോളജിനെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ അല്ലെങ്കിൽ അലൗകിക എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് this sort of perception arises whenever the contact between sense organs and object occur in unusual manner. എന്താണ് നമ്മുടെ സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും ഒരു അൺയൂഷ്വൽ മാനറിൽ കോണ്ടാക്റ്റ് വരുവാണെങ്കിലും നമുക്ക് കിട്ടുന്ന പെർസെപ്ഷനാണ് ഈ എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓർഡിനറി ഓക്കെ അല്ലേ? ഇപ്പോൾ കണ്ടത് എന്താണ്? സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ ഒരു അൺയൂഷ്വൽ മാനറിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ കിട്ടുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ, അതിന് വീണ്ടും നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ. അതായത് ഫസ്റ്റ് വൺ ആണ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ. നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എക്സ്ട്രാ ഓർഡിനറിയുടെ ടൈപ്പാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ. എന്താണ് പെർസെപ്ഷൻ ഓഫ് ക്ലാസസ്. സെൻസ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്ട് ത്രൂ ദ ക്ലാസ് ക്യാരക്ടർ. എന്താണ് ഫോർ എക്സാമ്പിൾ ഹോഴ്സ് ക്ലാസ് ഓഫ് ക്യാരക്ടർ. എന്താണ് യൂണിവേഴ്സൽ ഹോഴ്സ്നെസ്. എന്താണ് ഇവിടെ പറയുന്നത്? സാമാന്യ ലക്ഷണ പ്രത്യക്ഷ പ്രകാരമാണെങ്കിൽ എന്താണ് നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ത് സംഭവിക്കുന്നു? ഡയറക്റ്റ് കോണ്ടാക്റ്റ് സംഭവിക്കുന്നു. എന്നിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, ചില എന്താണ് വസ്തുക്കൾക്ക് ചില ഒബ്ജക്ട്സിന് എന്തുണ്ട്? ഒരു ക്ലാസ് ക്യാരക്ടർ ഉണ്ടല്ലേ, അതിങ്ങനെയാണ്. ഇപ്പോൾ ഹോഴ്സ് ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, നമ്മൾ റൈഡിന് ഉപയോഗിക്കും, ഇങ്ങനെയാണ് അല്ലേ. ഇത് കണ്ടോ, ഓരോരോ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ എന്തൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ ക്ലാസ് ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു.
അങ്ങനെ കിട്ടുന്ന നോളജിനെയാണ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ. നമുക്ക് സാമാന്യ ലക്ഷണത്തിൽ മനസ്സിലാവുന്നത് ഉണ്ടാവും. ഇപ്പോൾ ഹോഴ്സ് ആണെങ്കിൽ ആ ഹോഴ്സിനൊരു യൂണിവേഴ്സൽ ഹോഴ്സിനെസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു റോസ് ആണെങ്കിൽ അതിന് നമുക്കറിയാം റെഡ് കളറാണ്, അതിലിങ്ങനെ എന്താണ് തോൺസ് മുള്ളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം റോസ് ആണെങ്കിൽ റോസിനൊരു യൂണിവേഴ്സൽ അല്ലേ, അതിങ്ങനെയാണ് എന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു നമുക്ക് എങ്ങനെയാണ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ ആണെങ്കിൽ ആ ഒരു ക്ലാസ് ക്യാരക്ടർ കാണും അല്ലേ, അതിനിങ്ങനെയാണ് എന്നുള്ളതുണ്ട്. അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന നോളജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്ന് പറയുന്നത്. സോ എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ടു ദ സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്ന് പറയും. കണ്ടോ, ഒരു ഹോഴ്സ് ആണെങ്കിൽ ഹോഴ്സിന് കുറേ ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അതിങ്ങനെയാണ് എന്ന് നമുക്കറിയാം. സോ അങ്ങനെ കിട്ടുന്നതാണ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ. ഓക്കെ അല്ലേ. ടൈപ്സ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വരുന്നതാണ് എന്ത്, ഈ പറയുന്ന സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ, നെക്സ്റ്റ് വണ്ണാണ് ജ്ഞാനലക്ഷണ പ്രത്യക്ഷ. എന്താണ് ഈ ജ്ഞാനലക്ഷണ പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ, പെർസെപ്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ബൈ പ്രീവിയസ് നോളേജ്. നമ്മുടെ എന്താണ് പ്രീവിയസ് നോളജ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു നോളജാണ്. നോക്കാം എന്താണ്, നമ്മൾ ഇങ്ങനെയാണെന്ന് പെർസെപ്ഷൻ നടത്തുന്നു. നോക്കിയേ, സെൻസ് ഓർഗൻസ് നോട്ട് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്ട് ബട്ട് ദ പാസ്റ്റ് റിമെമ്പറൻസ് ഇൻ ദ മെമ്മറി ഈസ് റീറ്റെയിൻഡ് അല്ലേ. സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒന്നും വരുന്നില്ല, എന്നിരുന്നാലും നമ്മുടെ പാസ്റ്റ് റിമെമ്പറൻസ്, ഈ ഒരു സാധനം എന്താണ് ഇങ്ങനെയാണെന്ന് നമ്മുടെ മെമ്മറിയിൽ കിടപ്പുണ്ട്. ദാറ്റ് ഈസ് ജ്ഞാനലക്ഷണ പ്രത്യക്ഷ. എന്താണ് നമ്മുടെ പ്രീവിയസ് നോളജ് കൊണ്ട് ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെയാണ്, ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ മെമ്മറിയിൽ ആ ഒരു കാര്യം കിടപ്പുണ്ട്. ദാറ്റ് ഈസ് ജ്ഞാനലക്ഷണ പ്രത്യക്ഷ. നോക്കിയേ, കണ്ടോ, മെമ്മറി ഹെൽപ്സ് ഇൻ കൊഗ്നൈസിങ് ദ ഒബ്ജക്റ്റ് അല്ലേ. നമ്മുടെ മെമ്മറി നമ്മളെ സഹായിക്കും അല്ലേ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെയാണെന്ന് കൊഗ്നൈസ് ചെയ്യാൻ. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ടീ ലുക്സ് ഹോട്ട്, നമുക്കറിയാം അല്ലേ ടീ ഹോട്ടാണ്. ഐസ് ലുക്സ് കോൾഡ് അല്ലേ. ഓൾസോ നോൺ ആസ് കോംപ്ലിക്കേറ്റഡ് ഇൻറ്റിഗ്രേറ്റഡ് പെർസെപ്ഷൻ. എന്താണ് കോംപ്ലിക്കേറ്റഡ് ഇൻറ്റിഗ്രേറ്റഡ് പെർസെപ്ഷൻ എന്ന് നമ്മളിതിനെ പറയും. ഓക്കെ അല്ലേ. എന്താണ് ജ്ഞാനലക്ഷണ പ്രത്യക്ഷ, ദാറ്റ് ഈസ് എന്താണ് നമ്മുടെ പാസ്റ്റ് മെമ്മറിയിൽ അല്ലെ പാസ്റ്റ് റിമെമ്പറൻസ് വെച്ച് ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാം അല്ലേ. ടീ ഹോട്ടാണെന്ന് നമുക്കറിയാം, ഐസ് കോൾഡ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെ കിട്ടുന്ന നോളജാണ് ജ്ഞാനലക്ഷണ പ്രത്യക്ഷ. സാമാന്യ ലക്ഷണം എന്തായിരുന്നു അല്ലേ, ചില ഒബ്ജക്റ്റീവ്സിൽ ക്ലാസ് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ, അതിങ്ങനെയാണ് അല്ലേ, ഹോഴ്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ കിട്ടുന്നത് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ. സോ ജ്ഞാനലക്ഷണ എന്ന് വെച്ചാൽ പ്രീവിയസ് മെമ്മറിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ. ഇതിനെ എന്തെന്നും വിളിക്കാറുണ്ട്, ദാറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ് ഇൻറ്റിഗ്രേറ്റഡ് പെർസെപ്ഷൻ എന്നും വിളിക്കാറുണ്ട്. ഏതിനെ, ജ്ഞാനലക്ഷണ പ്രത്യക്ഷാനെ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വണ്ണാണ് യോഗജ എന്ന് നമ്മൾ വിളിക്കും. എന്താണ് യോഗജ? ദാറ്റ് ഈസ് ഇൻറ്റ്യൂട്ടീവ് പെർസെപ്ഷൻ ഒബ്റ്റൈൻഡ് ത്രൂ മെഡിറ്റേഷൻ ആൻഡ് മെഡിറ്റേറ്റീവ് പവർ. എന്താണ് പറയുന്നത് നമുക്കറിയാം അല്ലേ. ഇൻറ്റ്യൂട്ടീവ് പവർ ഉള്ള അല്ലേ യോഗിൻ എന്നൊക്കെ നമ്മൾ പറയല്ലേ അല്ലേ, എന്താണ് ജ്ഞാനികളാണ് അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. മെഡിറ്റേറ്റീവ് പവർ ഉള്ളവരാണ്, മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. അവർക്ക് എന്താണ് ചെറുതും വലുതുമായ പല കാര്യങ്ങളെക്കുറിച്ചും എന്താണ് സൂക്ഷ്മ ജ്ഞാനമുള്ളവരാണെന്നൊക്കെ നമ്മൾ പറയല്ലേ. അങ്ങനെയുള്ളവരുടെ ഇൻഡ്യൂഷനെയാണ്, അങ്ങനെയുള്ളവരുടെ പെർസെപ്ഷനെയാണ് നമ്മൾ യോഗജ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് നമ്മളെന്താണ് അവർക്കിപ്പോൾ 5 സെൻസ് ഓർഗൻസ് ആയിരിക്കില്ല, അവർക്കൊരു 6th സെൻസ് ഉണ്ടെന്ന് നമ്മൾ പറയാം അല്ലേ. അവരുടെ ഒരു 6th സെൻസ് വെച്ച് അവരുടെ ഒരു എന്താണ് മെഡിറ്റേറ്റീവ് പവർ വെച്ച് അവരിങ്ങനെ പെർസെപ്ഷൻ നടത്തി എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ ജ്ഞാനികൾ അല്ലേ. അങ്ങനെ പറയുന്നതാണ് യോഗജ. യോഗജയുടെ മറ്റൊരു പേരാണ് പ്രതിഭ എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ, യോഗിൻസ് പെർസീവ് ഓൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റ് ആൻഡ് ഇൻഫിനിറ്റെസിമൽ. എന്താണ് ഈ യോഗികൾ അല്ലെ യോഗികൾ അല്ലെ ഇത്ര ജ്ഞാനികളായിട്ടുള്ളവർക്ക് ചെറുതും വലുതും അല്ലെ സൂക്ഷ്മമായതും അതുപോലെ എന്താണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരായിരിക്കും. then നോക്കിയേ, ആരാണ് യുക്താസ് ആൻഡ് യുഞ്ജനാസ്? യുക്താസ് ഇൻറ്റ്യൂഷൻ ഓഫ് യോഗിൻസ് ഹു ഹാവ് അറ്റൈൻഡ് ദ യൂണിയൻ വിത്ത് ഗോഡ്. എന്താണ് ഗോഡുമായിട്ട് യൂണിയൻ നടത്തിയ യോഗിൻസ് ആണ് ആര്, അവരുടെ ഇൻറ്റ്യൂഷനെയാണ് യുക്ത എന്ന് പറയുന്നത്.
സോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യോഗജ എന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റീവ് പവറുള്ള അല്ലെ മെഡിറ്റേഷൻ നടത്തുന്നവരുടെ ഇൻഡ്യൂഷനെ, അവരുടെ പെർസെപ്ഷനെയാണ് നമ്മൾ യോഗജ എന്ന് പറയുന്നത്. യുക്താസ് എന്ന് വെച്ചാൽ ആരാണ് യുക്ത? എന്താണ്? അതായത് ഗോഡുമായിട്ട് എന്താണ് യൂണിയൻ നടത്തിയിട്ടുള്ളവരുടെ ഇൻഡ്യൂഷനെയാണ് നമ്മൾ യുക്ത എന്ന് പറയുന്നത്. യുഞ്ജനാസ് എന്താണ്? ദോസ് ഹൂ ട്രൈ ടു അറ്റൈൻ യൂണിയൻ വിത്ത് ഗോഡ്, ഗോഡുമായിട്ട് യൂണിയൻ നടത്താനായിട്ട് ശ്രമിക്കുന്നവരുടെ ഇൻഡ്യൂഷന് നമ്മൾ യുഞ്ജന എന്നും പറയും. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ എന്താ കണ്ടത്? അതായത് നമ്മുടെ പെർസെപ്ഷൻ, പ്രത്യക്ഷ പ്രമാണാന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? അതായത് പറയുന്ന പോലെ തന്നെ ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി. ഓർഡിനറിനെ നമ്മൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും കണ്ടു. എക്സ്ട്രാ ഓർഡിനറിയിൽ നമ്മൾ എന്താണ്? സാമാന്യ ലക്ഷണ, ജ്ഞാനലക്ഷണ, യോഗജ അല്ലെങ്കിൽ പ്രതിഭ. ഇത്രയുമാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ നോക്കിയേ, നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ. 2 സ്റ്റേജസ് ആണ് നമുക്കുള്ളത്. ഇൻഡിറ്റർമിനേറ്റും ഉണ്ട്, ഡിറ്റർമിനേറ്റും ഉണ്ട്. നോക്കാം എന്താണ് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ അഥവാ നിർവികൽപ്പ. എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ്റെ മറ്റൊരു പേരാണ് നിർവികൽപ്പ. എന്താണ്? നിർവികൽപ്പ എന്ന് നമ്മൾ പറയും. A perception is considered indeterminate when we cannot determine its features like color, shape, size, etc. എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ആണ്, നിർവികൽപ്പ ആണ്. നമുക്കൊരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഫീച്ചേഴ്സോ ഷേപ്പോ കളറോ സൈസോ ഒന്നും കൊണ്ട് നമുക്കതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ എന്ന് പറയും. ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ അതാ നിർവികൽപ്പ. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ ആണ്. എന്താണ്? ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ അഥവാ എന്താണ്? നിർവികൽപ്പ എന്ന് പറയും. ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ അഥവാ എന്താണ്? നിർവികൽപ്പ എന്ന് പറയും. നമുക്ക് എന്താണ്? ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫീച്ചേഴ്സോ ഷേപ്പോ സൈസോ കളറോ ഒന്നും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്തതാണ് നിർവികൽപ്പ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് നിർവികൽപ്പ അഥവാ ഇൻഡിറ്റർമിനേറ്റ്? ദെൻ നോക്കിയേ, sense organs contact the object and a particular knowledge immediately emerge. പെട്ടെന്ന് എന്താണ്? സെൻസ് ഓർഗൻസ് ഒരു കോണ്ടാക്റ്റിൽ വരും ഒബ്ജക്റ്റുമായിട്ട്. അപ്പം നമുക്ക് എന്താണ്? പർട്ടിക്കുലർ നോളജ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എമേർജ് ചെയ്യും. പക്ഷെ നമുക്കതിൻ്റെ സൈസോ ഷേപ്പോ കളറോ ഒന്നും ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കില്ല. നോക്കിയേ, ന്യായികാസ് നെയിംഡ് ദീസ് നോളജസ് അവ്യക്ത. എന്താണ്? ന്യായികാസ് ഈ ഒരു നോളജിനെ പറഞ്ഞത് അവ്യക്ത എന്നാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് വ്യക്തമല്ല. സോ അതുകൊണ്ട് എന്താണ്? അവ്യക്തമായത് അല്ലേ? ഓക്കെ അല്ലേ? നിർവികൽപ്പ, ഇൻഡിറ്റർമിനേറ്റ് ആണ്, അവ്യക്തമായതാണ്. ഓക്കെ അല്ലേ? ദെൻ നോക്കിയേ, വി കനോട്ട് എക്സ്പ്രസ് അബൌട്ട് ദ ഒബ്ജക്റ്റ് ആക്യുറേറ്റ്ലി ആൻഡ് ക്ലിയർലി. അല്ലേ? ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ആക്യുറേറ്റും ക്ലിയറും ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് നിർവികൽപ്പ അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ്. ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെർസെപ്ഷൻ്റെ സ്റ്റേജസ് ആണ്. ഡിറ്റർമിനേറ്റും ഉണ്ട്, ഇൻഡിറ്റർമിനേറ്റും ഉണ്ട്. ഇപ്പം കണ്ടത് ഏതാണ്? ഇൻഡിറ്റർമിനേറ്റ് ആണ് അഥവാ നിർവികൽപ്പ അല്ലേ? നായികാസിന് എന്ത് പറഞ്ഞു? അവ്യക്തമായതാണ്. എന്താണ്? വ്യക്തമല്ലാത്തതാണ്. നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് ആക്യുറേറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്തതാണ്. ദെൻ നോക്കിയേ, ദിസ് നോളജ് arises when self has merely awareness of the object without concrete knowledge of its name, form and quality. അല്ലേ? അവ്യക്തമായത് അല്ലെ എന്താ? നിർവികൽപ്പമായത് എപ്പോഴാണ്? നമ്മുടെ സെൽഫും ആ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് എന്തില്ല? കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നോളജ് അതിനെക്കുറിച്ച്, അതിൻ്റെ നെയിമോ ഫോമോ ക്വാളിറ്റീസോ അതിനെക്കുറിച്ചൊന്നും എന്താണ്? ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള നോളജ് അവിടെ ഇല്ല. That is, നോക്കിയേ, it is basically an underdeveloped form of പെർസെപ്ഷൻ. അതുകൊണ്ട് തന്നെ എന്താ? ഇൻഡിറ്റർമിനേറ്റ് ആണ്, നിർവികൽപ്പമാണ്, എന്താ അവ്യക്തമായതാണ്. സോ എന്താണ്? ഇത് അണ്ടർ ഡെവലപ്ഡ് ഫോം ഓഫ് പെർസെപ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ആണ് ഇൻഡിറ്റർമിനേറ്റ് കണ്ടു. ദെൻ ഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ ദാറ്റ് ഈസ് സവികൽപ്പ. അതെന്തായിരുന്നു? ഇൻഡിറ്റർമിനേറ്റ് ആയിരുന്നു, നിർവികൽപ്പ ആയിരുന്നു. ഇതെന്താണ്? ഇത് ഡിറ്റർമിനേറ്റ് ആണ്, സവികൽപ്പ എന്നാണ് പറയുന്നത്. നോക്കിയേ, ഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ arises
When knowledge of an object consists of characters such as name, color and shape. അല്ലേ, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, അതായത് നെയിമും കളറും ഷേപ്പും ഒക്കെ എന്താണ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, അതിനെയാണ് നമ്മൾ ഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ അല്ലെങ്കിൽ സവികൽപ്പ എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇറ്റ് ഗീവ് us knowledge of the object as a result we cognize. അല്ലേ, ദെൻ നോക്കിയേ, ഇപ്പം നോക്കിക്കേ, ഒരു എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഇറ്റ് ഈസ് എ ട്രീ, ഹീ ഈസ് എ മാൻ. അല്ലേ, നമുക്ക് ആ ഒരു വസ്തു കാണുമ്പോൾ അറിയാം അല്ലേ, ഇറ്റ് ഈസ് എ ട്രീ, ഇതൊരു ട്രീ ആണ്. ഹീ ഈസ് എ മാൻ. അല്ലേ, അതിൻ്റെ നെയിമും കളറും ഷേപ്പും ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയുന്നതാണ് ഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ അഥവാ സവികൽപ്പ എന്ന് പറയുന്നത്. സോ നിർവികൽപ്പ അതാണ് ഇൻഡിറ്റർമിനേറ്റ്, സവികൽപ്പ ദാറ്റ് ഈസ് എന്താണ് ഡിറ്റർമിനേറ്റ്. കണ്ടോ, ഇൻ ദിസ് കേസ് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഐഡൻറ്റിഫൈ ആൻഡ് കോഗ്നൈസ് ദ ഒബ്ജക്റ്റ് ആസ് ഇറ്റ് ഈസ്. അല്ലേ, ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഡിറ്റർമിനേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒബ്ജക്റ്റ് എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, താങ്ക് യു.